മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർ പൊതുവെ നിരന്തരതയും ആത്മനിരന്തരതയും ആത്മാർത്ഥതയും ഒക്കെ കൂടുതലുള്ളവരാണ്. പൊതുവെ മൂലം നക്ഷത്രക്കാർ അങ്ങനെ തോറ്റു പോകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവരെവിടെയെങ്കിലും ഒന്ന് തോറ്റാൽ പിന്നെ നിരന്തരം തോൽവി മാത്രമാവാനും സാധ്യത മൂല നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. കാരണം മൂല നക്ഷത്രക്കാർക്ക് അറ്റ് എൻഡ് നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സക്സസ് നിരന്തരം നിൽക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മൂല നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ദാമ്പത്യത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ അല്പരസമാണ്. അത് ചിലപ്പോൾ കൂടിപ്പോയിട്ടും ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടും ഉണ്ടാവും. ഒപ്പം തന്നെ തൊഴിൽ മേഖലയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. എല്ലാം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ജൂണിൽ പുതിയ അവസരങ്ങൾ, സാമ്പത്തിക മെച്ചം, പുരോഗതി ഇത് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു ജൂൺ 19 വരെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജൂൺ മാസത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ ഇരിക്കാം. പക്ഷേ അതൊരു ജൂലൈ 19 വരെ മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർ പൊതുവെ നന്നായിട്ട് ക്ഷമാശീലമുള്ളവരും ശ്രമാശീലമുള്ളവരുമായിരിക്കും. കാരണം നന്നായിട്ട് തന്നെ പൂരാട നക്ഷത്രക്കാർ ശ്രമിക്കും. അതുകൊണ്ട് പേഴ്സണലി ഇവർ തോറ്റുപോയാലും തോറ്റുപോയാൽ പോയി, അത്ര തന്നെ ഉള്ളൂ, എല്ലാം വരുന്നിടത്തുനിന്ന് വെച്ച് കാണാം, ഇങ്ങനൊരു മൈൻഡ് പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ടെൻഷൻ വളരെ കമ്മിയായിരിക്കും. ടെൻഷൻ ഇല്ല എന്നൊന്നുമല്ല, മറ്റുള്ളവരെ വെച്ചിട്ട് ഇവർക്ക് ടെൻഷൻ കുറച്ച് കമ്മിയായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രമിച്ചിട്ടും കഴിഞ്ഞ ഏപ്രിൽ മാസകാലങ്ങളിൽ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മെയ് മാസത്തിലും അങ്ങനെ പരാജയം നിങ്ങൾക്ക് സംഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഹോപ്പ് എപ്പോഴും ഇരിക്കണം, നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ കാരണം ഇനി മുന്നോട്ട് എനിക്ക് വേറെ അവസരങ്ങളില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ തെറ്റാണ്. നിങ്ങൾക്ക് ജൂണിൽ എന്തായാലും അവസരങ്ങൾ നല്ല കൂടുതലാണ്. അത് നിങ്ങൾ ഇതേപോലെ തന്നെ ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് പണിയെടുത്തും കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കുറയും, ഉറപ്പുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിക്കാവുന്നതാണ്.